ഇറാൻ യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ അത് വെടിനിർത്തലും സമാധാന ശ്രമങ്ങളും യുദ്ധസാധ്യതയുമായി കൂടിക്കുഴഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം. ഇതാ യുദ്ധം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സമാധാന ശ്രമങ്ങൾ തുടരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ശ്രമങ്ങൾ ഫലവത്താകാത്തതിനാൽ ഷട്ടിൽ ഡിപ്ലോമസി പരീക്ഷിക്കുകയാണ് പാകിസ്ഥാൻ. മുഖാമുഖം കാണാൻ വിസമ്മതിക്കുന്ന എതിർകക്ഷികൾക്കിടയിൽ ഒരു ബാഹ്യ മധ്യസ്ഥൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ചർച്ചകൾ നടത്തുന്ന രീതിയാണ് ഇത്. തർക്കക്കാരെ ഒരു കരാറിലെത്താൻ സഹായിക്കുന്നതിന് സന്ദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ നൽകുന്ന ആശയവിനിമയത്തിന്റെ ഏക ചാനലായി ഇടനിലക്കാരൻ പ്രവർത്തിക്കുന്നു. അതേസമയം ഉടൻ കരാറിൽ എത്തിയില്ല എങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ വീണ്ടും US സൈനിക നടപടിക്ക് ഒരുങ്ങിയേക്കും. മധ്യസ്ഥ ചർച്ച ഫലം കണ്ടില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയുമായി യാതൊരു ഉടമ്പടിയിലും എത്തിയിട്ടില്ല എന്ന് ഇറാൻ പറഞ്ഞതോടെ സംഘർഷത്തിന്റെ മേഘം വീണ്ടും ഉരുണ്ടുകൂടുകയാണ്. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറഞ്ഞു എന്ന് ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണവും ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണവും തർക്ക വിഷയങ്ങളാൽ തുടരുകയാണ് എന്നും ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുമുണ്ട്. കഴിഞ്ഞയാഴ്ച തന്നെ ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിട്ടതായി ട്രംപ് പറഞ്ഞിരുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇറാനെ ആക്രമിക്കാതിരുന്നത്. ഇറാന് മറ്റൊരു അവസരം കൂടി നൽകാൻ ആ രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചുവെന്നാണ് ട്രംപിന്റെ വാദം. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഇറാന് മേൽ ഏത് നിമിഷവും US സൈന്യത്തിന്റെ ശക്തമായ വ്യോമാക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് സൂചന. ട്രംപ് വീണ്ടും യുദ്ധത്തിനുള്ള ഒരുക്കത്തിലാണ്. ഇറാൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മകന്റെ വിവാഹ ചടങ്ങിൽ പോലും സാന്നിധ്യം അറിയിക്കാൻ ട്രംപിന് കഴിഞ്ഞേക്കില്ല. ഇറാനിലെ യുദ്ധം, സമാധാന ചർച്ചകൾ തുടങ്ങിയ കാര്യങ്ങളാൽ തിരക്കിലായതിനാൽ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യത കുറവാണ് എന്ന് ട്രംപ് പറയുന്നു. എന്നാൽ മകന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. യുദ്ധം പ്രതിസന്ധിയിലായ സമയത്ത് താൻ കല്യാണത്തിൽ പങ്കെടുത്താൽ മാധ്യമങ്ങൾ അതെങ്ങനെ ചിത്രീകരിക്കും എന്നതിനെ കുറിച്ച് തനിക്ക് ബോധ്യമുണ്ട് എന്നും ട്രംപ് പറയുന്നു. താൻ വിവാഹത്തിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും അവർ എന്നെ കുറ്റപ്പെടുത്തും. യുദ്ധഭീഷണികൾക്കിടയിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിവിധ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചർച്ചകളും നടക്കുന്നുണ്ട്. ചിലപ്പോൾ US ഇറാൻ സമാധാന കരാർ പ്രഖ്യാപിക്കുമെന്നും വിവരമുണ്ട്. അങ്ങനെ വന്നാൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞേക്കും. എന്നാൽ കരാർ ഇല്ല എങ്കിൽ എണ്ണവില വീണ്ടും ഉയരും, സ്വർണം ഇടിയും, ഓഹരി വിപണിയും നഷ്ടത്തിലാകും. അമേരിക്ക യുദ്ധത്തിന് തയ്യാറെടുത്തതോടെ മേഖലയിലെ കമാൻഡർമാർക്കും ഇന്റലിജൻസ് വിഭാഗത്തിനും വൈറ്റ് ഹൌസ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. സൈന്യത്തിലെയും ഇന്റലിജൻസ് ഏജൻസികളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തങ്ങളുടെ മെമ്മോറിയൽ ഡേ യാത്രാ പദ്ധതികൾ റദ്ദാക്കി. മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന US സൈനികരെ തിരിച്ചു വിളിക്കുന്നതിനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുമുള്ള അടിയന്തര ലിസ്റ്റുകൾ ഡിഫൻസ് മിലിറ്ററി വിഭാഗം പുതുക്കി തുടങ്ങി. ഇറാൻ തിരിച്ചടിച്ചാൽ US സൈന്യത്തിന് ഉണ്ടാകാൻ ഇടയുള്ള നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശ മണ്ണിലെ US സൈനിക സാന്നിധ്യം പുനഃക്രമീകരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ ആദ്യവാരം നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഇരു രാജ്യങ്ങളും നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഇത് നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നുവെങ്കിലും പുതിയ സംഭവ വികാസങ്ങൾ വെടിനിർത്തൽ കരാറിനെ അസാധുവാക്കിയിരിക്കുകയാണ്. ഇറാൻ വിഷയത്തിൽ US നിലപാടുകൾ കടുപ്പമേറിയതാണ് എന്ന് വൈറ്റ് ഹൌസ് വക്താവ് അന്ന കെല്ലി പറയുന്നു. ഇറാന് ഒരിക്കലും ഒരു ആണവായുധം കൈവശം വെക്കാൻ അനുവാദമില്ല. അതുപോലെ തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കാനും അവർക്ക് കഴിയില്ല. ഇതാണ് പ്രസിഡന്റ് ട്രംപിന്റെ വ്യക്തമായ റെഡ് ലൈൻ. കമാൻഡർ ഇൻ ചീഫായ പ്രസിഡന്റിന്റെ ഏത് തീരുമാനവും നടപ്പിലാക്കാൻ പെന്റഗൺ സദാ സജ്ജമാണ്. സമാധാന ഉടമ്പടിക്ക് ഇറാൻ തയ്യാറായില്ലെങ്കിൽ അതിന് പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്നും അന്ന കെല്ലി പറയുന്നു. തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഇറാൻ ഉടൻ ഒപ്പുവെക്കണമെന്നാണ് USന്റെ ആവശ്യം. ഇറാൻ ഒരു കരാറിലെത്താൻ കൊതിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം എന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. അതേസമയം US-നുള്ളിൽ പ്രസിഡന്റിന്റെ സൈനിക അധികാരം പരിമിതപ്പെടുത്താൻ ഡെമോക്രാറ്റുകളും ചില പ്രതിപക്ഷാംഗങ്ങളും ശ്രമിച്ചുവെങ്കിലും ഹൌസ് റിപ്പബ്ലിക്കന്മാർ അതിനുള്ള നീക്കങ്ങൾ തടഞ്ഞു. ട്രംപിന്റെ സൈനിക നടപടികൾക്ക് തടസ്സം നിൽക്കാൻ തങ്ങൾക്ക് സഭയിൽ ഭൂരിപക്ഷമില്ല എന്ന് വ്യക്തമായതോടെ ഈ വോട്ടെടുപ്പ് നീക്കത്തിൽ നിന്നും അവർ പിന്മാറുകയായിരുന്നു. അതിനിടെ ചില മേഖലകളിൽ തിങ്കളാഴ്ച വരെ ഇറാൻ വ്യോമപാത അടച്ചിട്ടത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം ആസന്നമാണ് എന്നതിന്റെ സൂചനയാണ് വ്യോമപാത അടച്ചിടലെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ 3 മാസമായി തുടരുന്ന ഈ സംഘർഷം ആഗോള ഊർജ്ജ വിപണിയെയും ഇന്ധനവിലയെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച US സമർപ്പിച്ച അവസാന ഉടമ്പടി നിർദ്ദേശം ഇറാൻ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്.
ഈ നിർദ്ദേശം നിരസിച്ചാൽ പ്രത്യാഘാതം സൈനിക നടപടിയായിരിക്കുമെന്ന് വാഷിംഗ്ടൺ കടുത്ത ഭാഷയിലാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇന്ത്യ സന്ദർശനത്തിന് മുൻപ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് സൈനിക നടപടിയേക്കാൾ നയതന്ത്ര ചർച്ചകൾക്കാണ് US മുൻഗണന നൽകുന്നത് എന്നാണ്. ഇറാൻ സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് സൈനിക ശക്തി ഉപയോഗിച്ച് തുറക്കുന്നതിനായി സ്വീഡനിൽ വെച്ച് നാറ്റോ സഖ്യകക്ഷികളുമായി പ്ലാൻ ബി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. അതേസമയം ആക്രമണമുണ്ടായാൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഇടങ്ങളിൽ അതിശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയ്ക്ക്. നിലവിൽ ഇരുവിഭാഗവും പൂർണ്ണ യുദ്ധസജ്ജരായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് സർപ്രൈസ് കരുതിയിട്ടുണ്ട് എന്ന് ഇറാൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചു. അമേരിക്കയോ ഇസ്രയേലോ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയാൽ അത് ഈ മേഖലയെ മൊത്തം ബാധിക്കുന്ന വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് IRGC വീണ്ടും മുന്നറിയിപ്പ് നൽകി. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഇടങ്ങളിൽ ഞങ്ങൾ അതിശക്തമായ പ്രഹരമേൽപ്പിക്കുമെന്നാണ് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിൽ സ്ഥിരമായി ടോൾ സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ ഇറാനും ഒമാനും ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. കടലിടുക്കിന്റെ ഒരു വശത്ത് ഇറാന്റെയും ഒമാന്റെയും പ്രദേശങ്ങളാണ് ഉള്ളത്. അതിനാൽ കപ്പലുകൾക്ക് ഇറാൻ ചുങ്കം ചുമത്തുകയാണെങ്കിൽ ഒമാനും ഒരു പങ്ക് കൊടുക്കുന്നതിൽ ഇറാന് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഫ്രാൻസിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് അമീൻ നെജാഡ് ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവിട്ടത്. അത്യാവശ്യം ചെലവ് വരുന്ന നടപടിയാണ് ഇതെന്നും ഹോർമൂസ് കടക്കേണ്ടവർ വിഹിതം നൽകേണ്ടി വരുമെന്നും അംബാസിഡർ വ്യക്തമാക്കി. എന്നാൽ ഇതൊരു സുതാര്യ സംവിധാനമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടില്ല എന്നാണ് മുഹമ്മദ് അമീൻ നെജാഡ് അവകാശപ്പെടുന്നത്. ചൊവ്വ ബുധൻ ദിവസങ്ങൾക്കിടയിൽ 26 ടാങ്കറുകളും മറ്റ് കപ്പലുകളും കടന്നുപോയിട്ടുണ്ട് എന്ന് ഇറാനും പറയുന്നു. ഹോർമൂസിൽ ടോൾ സംവിധാനം സ്വീകാര്യമല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇറാനൊപ്പം ഒമാനും ചുങ്കം പിരിക്കാൻ തീരുമാനിച്ചത്. US ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ഫെബ്രുവരിയിലാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചത്. ഇറാനിനും ഒമാനിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ കടൽപാത പേർഷ്യൻ ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് കടന്നു വന്നാൽ മാത്രമേ ഗൾഫ് ഓഫ് ഒമാനും പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രവും എത്താനാകൂ. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തലും രാജ്യാന്തര സുരക്ഷയ്ക്കും സാധാരണക്കാരുടെ ജീവിതത്തിനും കടുത്ത ഭീഷണിയാണ് എന്ന് UAE പറയുന്നു. ഇതിനെതിരെ UN രക്ഷാസമിതി അടിയന്തരമായി ഇടപെടണമെന്നും UAE ആവശ്യപ്പെടുന്നുണ്ട്. സ്വന്തം ജനങ്ങളെയും പരമാധികാരത്തെയും സംരക്ഷിക്കാൻ UAE സജ്ജമാണ്. എന്നാൽ പ്രമേയങ്ങൾ നടപ്പാക്കാൻ രക്ഷാസമിതി എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നും UAE ചോദിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അബുദാബി അൽ ദഫ്രയിലെ ബറാക്ക ആണവ നിലയത്തിന് പുറത്തുള്ള ഇലക്ട്രിസിറ്റി ജനറേറ്ററിന് നേരെയുള്ള ഡ്രോൺ ആക്രമണത്തെയും UAE ചൂണ്ടിക്കാട്ടി. സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവ നിലയങ്ങളെ ലക്ഷ്യമിടുന്നത് രാജ്യാന്തര നിയമലംഘനമാണ്. രക്ഷാസമിതി ഇതിനെ ശക്തമായി അപലപിക്കണമെന്നുകൂടി UAE ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ യുദ്ധവിരാമം സംബന്ധിച്ച് ഇറാനും അമേരിക്കയും ധാരണാപത്രത്തിൽ ഉടൻ ഒപ്പുവെച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ടെഹ്റാനിൽ നടന്ന ചർച്ചയിൽ നിർണായക പുരോഗതിയുള്ളതായി പാക് ആഭ്യന്തരമന്ത്രി തന്നെ അറിയിച്ചതായി പാകിസ്ഥാനിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചു. പുതിയ നിർദ്ദേശം ഇറാനും പാകിസ്ഥാനും അമേരിക്കയ്ക്കും കൈമാറി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട്.